വളരെ സന്തോഷമുണ്ട് പെരിന്തൽമണ്ണയിലെ രണ്ടാമത്തെ ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ആദ്യത്തേതിൽ ഞാൻ വന്നിരുന്നു ഒരു സെഷനുമായിട്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 2 ദിവസം ഇവിടെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയാവുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ ഒരു വികാരമാണ് ഭക്ഷണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു മലപ്പുറം കോഴിക്കോട് ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് തന്നെ 100 രൂപയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ പെട്രോൾ അടിച്ചു പോകാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ലാസ്റ്റ് സെഷൻ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭക്ഷ്യമേഖലയിൽ സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഒരു ടേക്ക് അവേ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഈ ഒരു പാനൽ ഡിസ്കഷൻ ഇവിടെ നടക്കുന്നത്. നമ്മുടെ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഈ ഡിസ്കഷനെ ഏറ്റവും മനോഹരമാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം അഷറിനോടാണ്. അഷർ, നമ്മളൊക്കെ ഒരു അവിൽ മിൽക്ക്, അഷറിനെ അറിയാമായിരിക്കും, മൗസി അവിൽ മിൽക്കിൻ്റെ ഫൗണ്ടറാണ്. അപ്പം നമ്മൾ ഒരു പഴയ കാലത്തിലേക്ക് പോകുമ്പം അവിൽ മിൽക്ക് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ അവിൽ മിൽക്കാണ്. ഒരു ഷോപ്പിൽ കയറിയാൽ ഒരു അവിൽ മിൽക്ക് എന്ന് പറയാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറി അവിൽ മിൽക്കിനെ ഒരു പോപ്പുലർ ബ്രാൻഡാക്കി, അതിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അഷർ. അപ്പം എന്തായിരുന്നു അഷർ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? വളരെ സന്തോഷം, അഭിമാനം സ്കെയിലപ്പിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. അസറാണ് പേര്. അസർ മൗസി എന്ന് പറഞ്ഞ അവിൽ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ 2 ബ്രാൻഡും കൂടി ഉണ്ട്. ഒന്ന് കൂൾ കെയിൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഷുഗർ കെയിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളൊരു ബോട്ടിൽ സെർവ് ചെയ്യണത്, അതും ഞങ്ങളെ ബ്രാൻഡാണ്. അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡും കൂടി ഉണ്ട്, പോട്ടോപോമി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. പൊട്ടാറ്റോ കൊണ്ട് നിങ്ങൾ പലരും റീൽസിൽ കണ്ടിട്ടുണ്ടാവും, പൊട്ടാറ്റോ ലേസിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട്, അതും ഞങ്ങളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ചോദ്യം ഉത്തരം പറയുന്നതിന് മുമ്പ് സ്കെയിലപ്പിനെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് തന്നൊരു സാധനമാണ് സ്കെയിലപ്പ്. കഴിഞ്ഞൊരു വർഷത്തിലെ ബെസ്റ്റ് യങ് എൻ്റർപ്രണർ അവാർഡിൻ്റെ വിന്നർ ഞാനായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ച് ഏകദേശം 3 മില്യണോളം ആളുകൾ അത് കണ്ടു. ആ ഒരു സ്പീച്ചിന് ശേഷം കഴിഞ്ഞൊരു വർഷത്തിൽ ഫസ്റ്റ് സ്കെയിലപ്പ് മുതൽ ഈ സ്കെയിലപ്പ് വരെ 30ഓളം കോളേജുകളിൽ ഞാൻ അസോസിയേഷൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ അസോസിയേഷനിൽ പോയി എനിക്ക് എൻ്റെ ബ്രാൻഡിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം നജീബ്ക്ക, ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനി ഞാൻ ഉത്തരത്തിലേക്ക് വരാം. എങ്ങനെയാണ് അവിൽ മിൽക്കിൻ്റെ ഫ്ലേവർ ഞാൻ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇത്ര വെറൈറ്റി എങ്ങനെ കണ്ടെത്തിയത്? ഞാൻ ഈ സിംല കുൾബാർ പറഞ്ഞ ഷോപ്പ് ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത്, ഏറ്റെടുത്തോടു കൂടി ഞാൻ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് അത് ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് ഏതായാലും നമ്മൾ ഇറങ്ങി ഇനി കുളിച്ച് കയറാവുന്ന രീതിയിൽ ഞങ്ങൾ കോയമ്പത്തൂർ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു. അപ്പോൾ കോയമ്പത്തൂരത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിക്കൂടാ, കൂൾബാർ തുടങ്ങിക്കൂടാന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കോയമ്പത്തൂർ ഒരു ഷോപ്പ് തുടങ്ങി, ഒരു ജ്യൂസ് കട, സാധാരണ ഒരു ജ്യൂസ് കട, അതേമാതിരി ഐസ്ക്രീം, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അതിൽ സെയിൽ ചെയ്തിരുന്നു. അങ്ങനെ ഷോപ്പ് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 18ാമത്തെ ദിവസം ഷോപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നു. കാരണം ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൂടി ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അടിയിലായിരുന്നു ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത്, നമ്മൾ ടീമിൻ്റെ സ്ട്രോങ് ടീം ഇല്ലാത്ത സ്ഥലത്ത്, ഇല്ലെങ്കിൽ നമ്മളൊരു ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ബിസിനസ് തുടങ്ങരുതെന്നൊരു പാഠം എനിക്ക് ആ ഒരു ഫെയിലിയർ കൊണ്ട് കിട്ടി. അങ്ങനെ 18ാമത്തെ ദിവസം ആ ഷോപ്പ് പൊളിച്ച് അതിലുള്ള ഐസ്ക്രീമും ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ പഴയ ഷോപ്പുണ്ട്, സിംല കുൾബാർ ഞങ്ങളുടെ മാർക്കറ്റിലത്തെ ഷോപ്പ്, അതിക്ക് ഞങ്ങളെത്തി. അപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞു ഒരുപാട് ഐസ്ക്രീം കിടക്കുന്നുണ്ട്, മാംഗോ ഐസ്ക്രീം ഇത് കൂടുതലുണ്ടായിരുന്നു, ഒരുപാട് മാംഗോൻ്റെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡാണ്, ഇത് വേസ്റ്റ് ചെയ്യണ്ട, എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒരു 90% ബംഗാളികളായിരുന്നു ഞങ്ങളെ ഷോപ്പിലത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഞങ്ങളെ കുടുംബത്തിൽ താങ്ങി നിർത്തിയത് ബംഗാളികളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഫുഡാണ്, ഐസ്ക്രീമാണ്, വേസ്റ്റ് ചെയ്യണ്ട,
നമ്മൾ നോർമൽ ലവൽ മിൽക്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായ ബംഗാളികൾ വരുമ്പോൾ നമ്മളെ നോർമൽ ലവൽ മിൽക്കിൽ എന്ത് ചെയ്യും, ഈ മാംഗോൻ്റെ ഐസ്ക്രീം ഇട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ മാംഗോ അവൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത ആൾക്കാർ വന്നു നോക്കി നമ്മൾ മാംഗോ ഇതേമാതിരത്തെ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് സാധാരണ അവൽ മിൽക്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് മാംഗോൻ്റെ ഫ്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ കഴിച്ച് പോയി. പിറ്റേ ദിവസം അവർ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ തന്ന മറ്റ് സാധനം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഉണ്ട് പറഞ്ഞു. കൊടുക്ക് എങ്ങനെയാണ് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾക്ക് കൊടുത്തു. വീണ്ടും അവർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സാധനം കത്തി, എന്തുകൊണ്ട് ഇതേപോലെ വെറൈറ്റി ആയിട്ട് കുറച്ച് അവിൽ മിൽക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, സ്ട്രോബെറി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ചോക്ലേറ്റ് അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കിവി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു 5-6 വെറൈറ്റി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ സെയിലിൽ വലിയ മാറ്റം വന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ബാസിംബ്ലേറ്റ് വീഡിയോ എടുക്കാൻ പോകണം. കമൻറ്റ്സ് ഓൺ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ബാസിമെ പായരം പറഞ്ഞു, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ജോലി രാജിച്ചിട്ട് ഇറങ്ങുകയാണ്, എന്നെ സഹായിക്കണം. അത് 2-3 തവണ വിളിച്ചേക്കും. ഇവൻ വന്നു ടിക്ടോക്കിലൊരു വീഡിയോ ചെയ്തു, ആളുകൾ വരാൻ തുടങ്ങി. 35K ആൾക്കാരാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. 35,000 ആളുകളെ കാണിക്കുക. 35,000 ഒരു നോട്ടീസിന് 2 രൂപ, 35,000 × 2 70,000 രൂപ. നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കാൻ 50 പൈസ, ഒരു 10,82,000 രൂപേൻ്റെ പരിപാടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അത് ഞാൻ സോഷ്യൽ മീഡിയൻ്റെ പവർ എന്താണെന്ന് ഞാൻ അതിന് മനസ്സിലാക്കി. അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ സെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ 20 രൂപ മുതൽ 40 രൂപേൻ്റെ അവിൽ മിൽക്ക് ഞങ്ങൾ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് 20 രൂപേൻ്റെ അവിൽ മിൽക്ക് നല്ല പോകുന്നുണ്ട്, നല്ല ആൾക്കാർ വാങ്ങുന്നുണ്ട്. 40 രൂപേൻ്റെ അവിൽ മിൽക്ക് പോകുന്നില്ല, 30 രൂപേൻ്റെ അവിൽ മിൽക്ക് സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? 40 രൂപേൻ്റെ അവിൽ മിൽക്ക് എന്താ വാങ്ങുന്നത്? ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്, എന്നിട്ട് 40 രൂപേൻ്റെ അവിൽ മിൽക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് സെയിലാവാത്ത ഒരു ചിന്ത വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം, മെനു എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് 40 രൂപയാണ്, ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആളുകൾ എപ്പോഴും ഒരു മിഡിൽ പിടിക്കുകയാണ്, 30 രൂപ 35 രൂപ അതിന് പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചു, അങ്ങനെ പറ്റില്ലല്ലോ, എനിക്കെൻ്റെ 40 രൂപേൻ്റെ അവിൽ മിൽക്ക് സെയിൽ ചെയ്യണം, അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നി ഒരു അവിൽ മിൽക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനെന്താവണം, 50 രൂപേൻ്റെ വില ഇടണം. അപ്പോൾ അതിനെന്താ വേണ്ടത് എന്നങ്ങനെ ആലോചിച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നെഡ്സൊക്കെ കൂടുതൽ ഇട്ടിട്ട് ഒരു അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 50 രൂപക്ക്. ആ ഒരു കൺസെപ്റ്റിക്ക് വന്നു വെച്ചാൽ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്, ഒരു ലൈൻ വരക്കും. ആ ലൈൻ വരച്ചിട്ട് പറയും, മായ്ക്കാതെ എങ്ങനെ ഈ ലൈൻ ചെറുതാക്കാം, ഒരു ചോദ്യം പേരുണ്ട്. അപ്പോൾ മറ്റൊട്ടി കാണിക്കും, എന്ത് ചെയ്യും, വലിയൊരു ലൈന് വരക്കും. അപ്പോൾ എന്തുണ്ടാവും, ചെറിയ ലൈന് ചെറുതാവും. അപ്പോൾ ആ ഒരു സാധനൻ്റെ കൺസെപ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 50 രൂപക്ക് ഞങ്ങൾ റോയൽ അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും ഫേവറായിട്ട് വരുന്ന ഞങ്ങളെ റോയൽ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ എന്തായി, 40 രൂപേൻ്റെ അവിൽ മിൽക്ക് പോകാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ റോയൽ അവിൽ മിൽക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിൽ മിൽക്ക് ആയിരുന്നു, അത് പോണില്ല. അങ്ങനെ പറ്റില്ലല്ലോ. 60 രൂപയ്ക്ക് ഞങ്ങൾ സ്പാനിഷ് അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 70 രൂപയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, റെഡ് ബെറി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 20 രൂപ മുതൽ 200 രൂപ വരെയുള്ള അവിൽ മിൽക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ആളുകൾ ചൂസ് ചെയ്യണ ഒരു എമൗണ്ട് 20 രൂപ മാറി 100 120 രൂപയിലേക്ക് ഞങ്ങളെത്തി. അങ്ങനെ 10 അവിൽ മിൽക്കിൽ നിന്ന് ഞങ്ങൾ 60 വെറൈറ്റി അവിൽ മിൽക്കിലേക്ക് ഞങ്ങൾ എത്തി. ഇങ്ങനെയാണ് ഞങ്ങൾ അവിൽ മിൽക്കിൻ്റെ ഫ്ലേവറിലേക്ക് എത്തിയത്. താങ്ക് യു സർ. ഏത് ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അത് കണ്ടെത്താനാവുന്ന, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വാല്യൂ അഡീഷൻ എന്ന് പറയും. ഒരു ഫുഡിൻ്റെ മേഖലയിൽ വരുമ്പോൾ വാല്യൂ അഡീഷൻ. അപ്പോൾ ഈ വാല്യൂ അഡീഷൻ എന്നുള്ളത് ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഏതൊരു ചേഞ്ചും നമ്മൾ വാല്യൂ അഡീഷന് കൊണ്ടുവരുന്നതാണ്. അപ്പം ഇന്നൊവേഷൻ എന്നുള്ളത് ആവശ്യത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളതാണ് ശരിക്ക് അഷറിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് നദീമിനോടാണ്. നദീം, ആക്ച്വലി നദീം പെരിന്തൽമണ്ണയിൽ തന്നെ അറിയപ്പെടുന്ന, നിങ്ങളൊക്കെ അറിയാമായിരിക്കും, പെരിന്തൽമണ്ണയിലെ ആളുകൾക്ക് അറിയാവുന്ന ഒരാളാണ്. താരാകാർട്ട് എന്നുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ അതിൻ്റെ പേരിലുള്ള ഒരുപാട് മറ്റുള്ള ബിസിനസ്സുകളും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി FMCG മേഖലയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് നദീം. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ നൂഡിൽസ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ നൂഡിൽസ്, പല നൂഡിൽസ് ഉണ്ട്. നമ്മളെ മൈൻഡിൽ നൂഡിൽസ് എന്ന് പറയുമ്പം ഏത് പേരാണ് ആദ്യം വരിക? ഏതാണ് നൂഡിൽസിൻ്റെ പേര്? ഇന്തോമി തന്നെ വരുന്നുണ്ട്.
ഓക്കെ. അപ്പം മാഗി അല്ലേ, പൊതുവേ നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ മാഗി വരും. അപ്പം മാഗി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നൂഡിൽസിൻ്റെ കേസിൽ വരുമ്പോൾ ഉള്ളത്. പക്ഷേ 2008 അല്ലെങ്കിൽ 2000 ആ ഒരു സമയത്ത് ഇന്തോമി നൂഡിൽസ് മാർക്കറ്റിൽ ഇറങ്ങി. അത് പിന്നീട് എന്ത് ചെയ്തു, പിൻവലിക്കപ്പെട്ടു. പക്ഷെ അതിന് ശേഷം ആ ഇന്തോമി നൂഡിൽസിനെ ഏറ്റെടുത്ത് ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നദീം. അപ്പം ഈ നൂഡിൽസിനെ, ആ ഒരു ബ്രാൻഡ് ഇന്തോമി എന്നുള്ള ഒരു പ്രോഡക്റ്റിനെ ഇമ്പോർട്ട് ചെയ്ത് ഒരു സമയത്ത് ഇവിടെ നിന്നു പോയിരുന്ന ആ ഒരു ബ്രാൻഡിനെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്? ഇന്ത്യ മൊത്തം ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എത്തുന്ന രൂപത്തിൽ വലിയ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ എത്തിക്കാൻ പറ്റിയത് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ? ഹായ്, മൈസെൽഫ് നദീം. ശരിക്കും ഇൻഡോമി പുള്ളി പറഞ്ഞ പോലെ ആദ്യം ഞങ്ങളല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഇന്ത്യയിൽ ഇൻഡോമി വന്നായിരുന്നു. അതൊരു 10-15 വർഷം മുന്നേ ആയിരുന്നു. പക്ഷെ അന്ന് ഐ ഡോണ്ട് നോ, അതായത് മാർക്കറ്റ് പോപ്പുലാരിറ്റിയോ മേ ബി ബിക്കോസ് ഓഫ് സം അതർ റീസൺസ് അന്ന് പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി. ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു മെയിൻ ചലഞ്ച് അഗെയിൻ ഇതിൻ്റെ അക്സെപ്റ്റൻസ് തന്നെയായിരുന്നു. ഒരു ഇനീഷ്യൽ ഒരു 2 ഇയേഴ്സൊക്കെ നമ്മൾ നല്ല സ്ട്രഗിൾ തന്നെയായിരുന്നു. ബിക്കോസ് കാരണം മുന്നേ വന്നൊരു പ്രൊഡക്റ്റാണ്, മാർക്കറ്റിൽ വന്ന് ലോഞ്ച് ചെയ്തിട്ട് അത് സക്സസ് ആവാതെ പോയൊരു പ്രൊഡക്റ്റായിരുന്നു. അതിനെ പിന്നെ എടുത്ത് നമ്മൾ പോപ്പുലറൈസ് ചെയ്ത് ഇപ്പോൾ വി ഡു മാഗിയുടെ ഇപ്പോൾ മലബാർ ഏരിയ പറയുകയാണെങ്കിൽ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇഫ് യു സേ മലബാർ ഏരിയയിലൊക്കെ വി ക്യാൻ സേ മാഗിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ ആൾ ലെറ്റ്സ് എ നെസ്റ്റോ അല്ലെങ്കിൽ ലുലു എന്നിങ്ങനെ സ്റ്റോർസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നെസ്റ്റോ പറയുകയാണെങ്കിൽ തന്നെ ഇൻ നൂഡിൽസ് മാർക്കറ്റ് കാറ്റഗറി വി ഹാവ് മോർ ദാൻ 60% മാർക്കറ്റ് ഷെയർ. അതായത് 100 പാക്കറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വിൽക്കുന്നുണ്ടെങ്കിൽ നെസ്റ്റോയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ 60% മാർക്കറ്റ് ഷെയർ വി ഹാവ്. സോ ഇതിൽ ഞങ്ങൾ ഒരിക്കലും വലിയ ATL ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഇതിലും പറയാനുള്ളത് ഞങ്ങൾ വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് ലൈക്ക് TV ആഡ്സോ കാര്യങ്ങളൊന്നും മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. വി വർ ഫോക്കസിങ് BTL ലെവൽ മാർക്കറ്റിംഗ്. BTL ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇൻസ്റ്റോർ പ്രൊമോഷൻസ്, പിന്നെ മറ്റ് സോഷ്യൽ മീഡിയ, നേരത്തെ അസർ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയായിരുന്നു നമ്മൾ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. ആ ഇമ്പാക്ട്സ് തന്നെയാണ് നമ്മളെ ബിസിനസ്സിലും. ബിക്കോസ് നമ്മളൊരു മോഡേൺ മാനേജ്മെൻറ്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഇതിനൊരു പോപ്പുലറൈസ് ആക്കി ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വന്നൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ, കോവിഡ് വന്നല്ലോ. കോവിഡ് വന്ന ടൈമിൽ ലൈക്ക് 2020 കോവിഡ് വന്ന ടൈമിൽ പൊതുവേ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഫുഡ്സിൻ്റെ മാർക്കറ്റ് ഷെയർ വാസ് വെരി ഹൈ. കാരണം നമ്മളൊക്കെ വീട്ടിലിരിക്കുക, നമുക്കൊക്കെ ഒരു പാനിക് ബൈയിങ് ഉണ്ടായിരുന്നു കോവിഡ് വന്ന സമയത്ത്. എല്ലാവരും സൂപ്പർ മാർക്കറ്റ്സ് പോയിട്ട് വേണ്ടതും വേണ്ടാത്ത എല്ലാം മേടിച്ച് വിൽക്കും. ശരിക്കും കോവിഡ് വന്നപ്പോൾ കുറേ ആളുകൾക്ക് ബിസിനസ് നിന്ന് പോയിക്കുകയാണെങ്കിൽ നമ്മളെ പോലത്തെ ആളുകൾക്ക് അന്ന് ബിസിനസ് നല്ല രീതിയിൽ കൂടുതലായിരുന്നു. ബിക്കോസ് വി കാൺ മീറ്റ് ദ ഡിമാൻഡ്. കാരണം അത്രത്തോളം മാർക്കറ്റിൽ അന്ന് ഡിമാൻഡായിരുന്നു. കാരണം ഇനി അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനി നാളെ അല്ലെങ്കിൽ നാളെ ഇനി ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് ഒരു പാനിക് ബൈയിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാനന്ന് ചെയ്തൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ മലബാർ ഏരിയ നമ്മൾ കുറേ മാർക്കറ്റ്, നമുക്ക് ഡെവലപ്പായ കുറേ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ ഡെവലപ്പ് ആവാത്ത മറ്റ് സ്റ്റേറ്റ്സിൽ കുറേ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ മാർക്കറ്റ്സ് അവിടെ, ഓപ്പൺ മാർക്കറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വെച്ചൊരു സ്ട്രാറ്റജി, അന്ന് എനിക്ക് കിട്ടുന്ന കൺസൈൻമെൻറ്റ്സ് വരുന്നതിനും കുറേ റെസ്ട്രിക്ഷൻസും കണ്ടെയ്നേഴ്സ് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആകെ മെയിൻലി ഒരു കാര്യം ചെയ്തത്, നമ്മൾ ബ്രാൻഡ് പോപ്പുലർ അല്ലാത്ത കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു, അവിടെ ഈ ഇൻഡോമിനെ മാക്സിമം പുഷ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ആളുകൾ ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ലായിരുന്നു സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നത്. ആളുകൾക്ക് വേണ്ടത് ജസ്റ്റ് കഴിക്കാൻ, ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ എവിടേക്ക് എൻക്വയറി ഉണ്ടായിരുന്നത് അവിടെ മാക്സിമം എല്ലായിടത്തും നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്തു. നമുക്ക് ഇവിടെ ലെറ്റ്സ് ഒരു 100 ക്വാണ്ടിറ്റി ചോദിക്കുന്ന ഒരാൾക്കാണെങ്കിൽ മേ ബി വി സപ്ലൈ ഒരു 25 യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുള്ളൂ. എന്നിട്ട് പറയും സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ബട്ട് ഈ സ്റ്റോക്സൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ പെനിട്രേഷൻസ് ഇല്ലാത്ത ഏരിയസിലായിരുന്നു കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്തിരുന്നത്. ഇത് കോവിഡ് കഴിഞ്ഞൊരു 2-3 മന്ത്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ എഫക്ട്സ് വരാൻ തുടങ്ങി.
കാരണം എന്താ വെച്ചാൽ വി വർ ഷുവർ നമ്മളെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിലൊക്കെ നമുക്ക് വി വർ ഷുവർ ഒരു വട്ടം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്ക് വരുന്നില്ല. ബട്ട് ഇത് ശരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു 3 months കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു തുടങ്ങി. കാരണം വി ഗോട്ട് എ ഫ്രീ സാമ്പിളിങ്. കാരണം എന്താ വെച്ചാൽ എല്ലാ കൗണ്ടേഴ്സിലും ലെറ്റ്സ് ഒരു 100 ആൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 60-65% ആളുകൾ ഇത് തിരിച്ചു വാങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്തായി ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സാമ്പിളിങ് എഫക്റ്റ് അവിടെ കിട്ടി. കാരണം ഇത്രയും കൺസ്യൂമേഴ്സിന് ഒറ്റയടിക്ക് നമ്മളിതൊക്കെ സാമ്പിൾ ചെയ്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അതിന് ഭയങ്കര ചലഞ്ചായിരിക്കും. ബട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ആ കോവിഡിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ മാഷാ അല്ലാ ഇപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ അതിനുശേഷം ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും നമ്മൾ ഓഫ്ലൈൻ ബിസിനസ്സിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കോവിഡിൻ്റെ ടൈമിലൊക്കെ ഓഫ്ലൈൻ, കോവിഡിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓഫ്ലൈനിൽ ഓൺലൈൻ ബിസിനസ്സിലേക്ക് മാക്സിമം ബിസിനസ്സൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നു. ഇ കൊമേഴ്സും ക്യു കൊമേഴ്സും ഒക്കെ ആയിട്ട് ആദ്യം ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രസൻസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിനെയും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ ക്യു കൊമേഴ്സിൻ്റെ ട്രെൻഡാണ്. ഇപ്പോൾ വി ഡു മോർ ബിസിനസ് ഇൻ ക്യു കൊമേഴ്സ്. നിങ്ങൾക്കറിയണം സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ഇതൊക്കെ. കാരണം ആമസോൺ ഇഫ് യു വർ ഡൂയിങ് ഇൻ ഒരു 2016-17 നമ്മൾ 100 units ആമസോണിലൊക്കെയാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് അവർ കേസ് നൗ വി വർ ഡൂയിങ് ലൈക്ക് 30 or 40 units. ബട്ട് ആൾ അതർ ബിസിനസ് വി ആർ ഗെറ്റിംഗ് ഫ്രം ക്യു കൊമേഴ്സ്. കാരണം ആമസോണിൽ ഷെഡ്യൂൾ ഡെലിവറിയാണ്. അതായത് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂഡിൽസിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞാൽ എല്ലാവരും ഒരു ക്രേവിങ്സിൽ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഓർഡർ ചെയ്യുക. ഇത് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും മേ ബി അവർക്ക് അതിൻ്റെ ക്രേവിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ക്യു കൊമേഴ്സ് ആകുമ്പോൾ ഇത് ഇവർ ബാംഗ്ലൂർ, ഹൈദരാബാദ് എവിടെയാണെങ്കിലും ക്യു കൊമേഴ്സിൽ ജസ്റ്റ് ഇൻ 10 minutes ഇവർക്ക് സാധനങ്ങൾ ഡെലിവറി കിട്ടുന്നു. അപ്പോൾ ഈ ക്യു കൊമേഴ്സിൻ്റെ കാലത്ത് തന്നെ ഇതിലും നമ്മളെ ഗ്രോസറി ഫുഡ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു മാറ്റം ക്യു കൊമേഴ്സിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഫോർ ലൈക്ക് അസ് പീപ്പിൾ അതിൽ കുറേ നമുക്ക് അഡ്വാൻറ്റേജും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ബാസിമിനോടുള്ള ചോദ്യമാണ്. നമ്മൾ പല ആളുകളും ഒരുപക്ഷെ എനിക്ക് ബാസിമിനോട് പേഴ്സണലി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും അതേ ചോദ്യം ഉണ്ടായേക്കാം. ബാസിം എങ്ങനെയാണ് ഒരു ഫുഡ് ബ്ലോഗറായി മാറിയത്? എന്തായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഓഡിയൻസിനും ഇതേ ഒരു ചോദ്യം ഉണ്ടാവും. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ചോദ്യം പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ? ഓക്കെ, സന്തോഷം. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു പണിയും കിട്ടാത്തതുകൊണ്ട് ഈ പണി ആയതാണ്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കാലമാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളെ കാലമല്ലേ എന്ന് എല്ലാവരും പറയണത്. നമ്മളിത് 8ാമത്തെ വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന സമയം മുതലേ വ്ളോഗിങ് ആണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ജോലിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് MBA ആണ്. ഡിഗ്രി കഴിഞ്ഞ് MBA പഠിച്ച സമയത്ത് തന്നെ ഈ ഒരു വ്ളോഗർ ആവുകയെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് വ്ളോഗറാണ്. വ്ളോഗിങ് എന്ന് പറഞ്ഞ പരിപാടിയെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ പഠിച്ചത് ഒരു നല്ലൊരു കാട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ താഴെ എഴുതിയിരിക്കുന്ന ഒരു സെൻട്രലായിട്ട് DCS മാറ്റ് എന്ന് കാണാം. ഒരു കോളേജിൻ്റെ ലോഗോ കാണുന്നുണ്ടോ? താഴെ കാണുന്നുണ്ടോ? അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടെയാണെന്ന് പറഞ്ഞാൽ വാഗമണ്ണ്, ഇടുക്കിയിലെ വാഗമണ്ണിലാണ് ആ കോളേജിൽ കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മെസ്സിലെ ഭക്ഷണം മാത്രമാണ്, വേറൊരു ഭക്ഷണം അവിടെ കിട്ടൂല. നമ്മൾ അന്നേ ഇവിടെ ഒരു 8-9 വർഷം മുമ്പ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് നല്ല റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കഴിച്ച് പോയ ഒരാൾ നേരെ അവിടെ എത്തിയിട്ട് ഒരു ഭക്ഷണം കിട്ടാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് മലപ്പുറം ജില്ലയിലത്തെ ഒരാളവിടെ ഉണ്ടായിരുന്നത്. അന്ന് മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഗൾഫിൻ്റെ എല്ലാ ഭക്ഷണങ്ങളും അന്ന് തന്നെ ലഭ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ എത്തുമ്പോൾ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. വളരെയേറെ പ്രയാസപ്പെട്ടിട്ട് അവിടെ വെജാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടുത്തെ ആളുകൾക്കും അതാണ് പ്രിയം. നമുക്കിത് നോൺ വെജും കിട്ടാത്ത ആ ഒരു സങ്കടം ഉണ്ടല്ലോ, മനസ്സിലിങ്ങനെ കിട്ടും. അപ്പോൾ വാഗമണ്ണിന്ന് നിയർ ബൈ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ തൊടുപുഴ, അതുപോലെ ഈരാറ്റുപേട്ട, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയർ ബൈയിലെ ടൗണുകൾ. ഒരു 1.5 മണിക്കൂർ മലയ്ക്ക് ഇറങ്ങിയിട്ട് വേണം ഒരു ബിരിയാണി കഴിക്കാൻ. ബിരിയാണി വിളമ്പുന്ന റെസ്റ്റോറൻറ്റൊന്നും അന്നില്ല. ഇപ്പോൾ വാഗമൺ ടൗണിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, ഞാൻ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ
ഞാൻ എൻ്റെ പേജിൽ അന്ന് ഓരോരോ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ അഷർ പറഞ്ഞല്ലോ ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞതൊക്കെ ആ ഒരു കാലത്താണ്, ഞാൻ പഠിച്ച് ഇറങ്ങിയ സമയത്താണ് ടിക്ടോക്കൊക്കെ എത്തുന്നത്. അതിനു മുമ്പ് നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യായിരുന്നു, നമ്മളെ കഴിച്ചിട്ട് അഭിപ്രായം ക്യാപ്ഷൻ കൊടുക്കുക. ഈ ഒരു വീഡിയോൻ്റെ ട്രെൻഡൊന്നും അന്നില്ല, ബ്ലോഗ് എഴുതുക എന്നാ പറയാം. ആ കാലം മുതലേ നമ്മൾ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ അന്നാണ് നമ്മളൊരു തുടക്കം എന്ന് പറയണത്. ഈ സംഭവം ചെയ്ത് പിന്നെ ആണ് അഷർ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ വീഡിയോ ഇറങ്ങാൻ പോകണം. അന്നാണ് അറിയുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ. അന്ന് വളരെ കൗതുകം ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ സംഭവമാണ്. ആഹാ, എന്നൊരു കൈ നോക്കണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് യൂട്യൂബിൽ ഫസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ് ഞാൻ. അപ്പോൾ കേരളത്തിലൊരു 5 or 6 ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരു മനുഷ്യനും കണ്ടില്ല വീഡിയോ. വളരെ സങ്കടം തോന്നി. ഇതിപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് ആരും എൻ്റെ കാണുന്നില്ല, വളരെ സങ്കടം തോന്നി. അപ്പോൾ പിന്നെ റീവർക്കൊക്കെ ചെയ്തു. എന്താണ് ചെയ്യുക, എന്താണ് ഞാൻ ഇതിന് ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് നമ്മളെ വീഡിയോ കാണാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ എത്തിച്ചിട്ടൊന്നും ആവുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ നാട്ടിലെ ആളുകളോട് സംസാരിക്കുന്ന ഭാഷ മലപ്പുറത്തിൻ്റെ ആ തനത് സ്ലാങ്ങിൽ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ അന്ന് ടിക്ടോക്കാണ്, ഇന്നിപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ടിക്ടോക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് 100-150 പേര് കണ്ട വീഡിയോൻ്റെ അവിടെ സൈഡിൽ 500K 600K വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ആകെ ഞെട്ടി. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ ട്രൈ നടത്തി കഴിഞ്ഞാൽ ആളുകൾ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മലപ്പുറം ഭാഷ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ വീഡിയോ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ ക്ലിക്കായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ജോലിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആ സമയത്ത് തുടങ്ങിയതാണ്, ഇപ്പോൾ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഇത് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. ഈ ഇരിക്കുന്ന ആളുകളെല്ലാ ബ്രാൻഡും ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാസിമിൻ്റെ വീഡിയോസിനെ ഇപ്പോൾ ഞാനാണെങ്കിലും അസറാണെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന വീഡിയോക്ക് എപ്പോഴും ഒരു ലസറ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ വ്ളോഗറാണ്. അതായത് ജസ്റ്റ് ഒരു അവന് ഫോളോവേഴ്സ് അല്ല, ഭയങ്കര ഇമ്പാക്ട്. ഞങ്ങളൊക്കെ കച്ചവടക്കാരാകുമ്പോൾ നമുക്ക് ആരെക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനൊരു വ്യൂ ഇതിന് നമുക്ക് കച്ചവടം നടക്കണമല്ലോ, അതിന് പറ്റിയ ആൾ ബാസിം തന്നെയാണ്. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ അവർ അറിയും മൗസിയിൽ ബാസിമിനും പാർട്ണർഷിപ്പ് ഉണ്ട് അല്ലേ. അതായത് റെഗുലറായിട്ട്, കാരണം അവർക്ക് കൊച്ചി ആ ഭാഗത്തുള്ളവർക്ക് മൗസി എന്ന് പറഞ്ഞാൽ കേൾക്കണ തന്നെ ബാസിം ബ്ലേറ്റിൻ്റെ വീഡിയോ കൂടി മാത്രമാണ്, അല്ലാതെ അവരിത് കഴിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. പലരും വിചാരം ഞങ്ങൾ രണ്ടാളും പാർട്ട്നേഴ്സാണെന്നാണ്. പക്ഷേ ഭാവിയിൽ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് തരികയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, ശരിക്കും ഏത് ഒരു സംരംഭകനാകുന്ന ആൾക്കും ഏത് മേഖല, അത് യൂട്യൂബർ ആവട്ടെ മറ്റുള്ള തരത്തിലാവട്ടെ, എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അതിലുപരി ശരിക്കും ഇതൊരു പാഷനാണ്. അദ്ദേഹം കോളേജിലുള്ള സമയത്ത് എന്തിന് യൂട്യൂബും കാര്യങ്ങളും എന്താണ് എന്ന് മറ്റുള്ളവർക്ക് അറിയുന്നതിൻ്റെ മുന്നേ തന്നെ ചെറിയ രൂപത്തിൽ ഇത് തുടങ്ങി പിന്നീട് ആ ഒരു പാഷനെ കണ്ടിന്യൂ ചെയ്തു എന്നാണ്. MBA കഴിഞ്ഞു. പക്ഷേ MBA കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല, ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാഷനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം മൗസിയിൽ പാർട്ട്ണറാക്കുക എന്നുള്ളത് ഇനി നിങ്ങൾ സംസാരിക്കുക എന്തായാലും. നെക്സ്റ്റ് നമ്മുടെ പാനലിസ്റ്റ് ഷെഫ് ഷമീമാണ്. ഷമീം ആക്ച്വലി കണ്ണൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളാണ്. പെരിന്തൽമണ്ണയിൽ വന്ന് 7th ലോഞ്ച് എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്, കണ്ണൂരും റെസ്റ്റോറൻ്റ് ഉണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻജിനീയറിങ് കഴിഞ്ഞ ആളുകളെ, ഒട്ടുമിക്ക ആളുകളും അവസാനം എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ സംരംഭം തുടങ്ങും. ശരിയല്ലേ? യോജിക്കുന്നുണ്ടോ? എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എങ്ങനെ വന്നാലും ഏതെങ്കിലും തരത്തിൽ ഒരു ഫുഡിൻ്റെ സംരംഭത്തിലേക്ക് വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളും എൻജിനീയറിങ് അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പം ആ ജോലി വേണ്ട, IT വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡൈവേർഷൻ സംഭവിച്ച ഒരു യൂട്ടേൺ എടുത്ത ആളാണ് ആക്ച്വലി ഷമീം. അദ്ദേഹം ഒരു എൻജിനീയർ ആയിരുന്നു, പക്ഷേ ഇപ്പം അവരെ എൻജിനീയറിങ് എല്ലാം ചെയ്യുന്നത്
ഭക്ഷണത്തിൻ്റെ മുകളിലാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഷെഫ് ഷമീം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്തായിരുന്നു ശരിക്ക് ആ ഒരു സ്റ്റോറി? എങ്ങനെയാണ് നിങ്ങൾ കുറച്ച് സമയം എൻജിനീയറിംഗ് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഷെഫ് എന്നുള്ള രീതിയിലേക്ക്, അതും ഒരു സെലിബ്രിറ്റി ഷെഫ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വളർച്ചയിൽ നിൽക്കുമ്പം ആ ഒരു പാഷനിലേക്കുള്ള കൺവേർഷൻ എവിടെയായിരുന്നു? മുന്നേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഹിസ്റ്ററി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ? ഹലോ, ഹായ്. ആക്ച്വലി ഞാൻ 2005 പാസ് ഔട്ട് ആവുന്നത്. ബി.ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് കഴിഞ്ഞത്. അതിനുശേഷം വർക്ക് ചെയ്തത് മെഡിക്കൽ കോളേജിലാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാർട്ടപ്പിൽ അതിൻ്റെ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്തത്. എന്നുവെച്ചാൽ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ OT ഓപ്പറേഷൻ തിയേറ്റർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്യുന്ന ഇൻ ഹൗസിൽ നമുക്കൊരു 11 ടീമംഗം ഉണ്ടായിരുന്നു, അതിൻ്റെ ഹെഡായിരുന്നു. പിന്നെ അവിടുന്ന് ജോലി കഴിഞ്ഞ് ജോബ് കിട്ടുന്നത് ദുബായിലാണ്. ദുബായിൽ നമ്മുടെ എൻ്റെ സംസാരത്തിൽ കുറേ പിന്നാന്ന് വരും കേട്ടോ. അപ്പോൾ അവിടെ കിട്ടിയത് എന്ന് പറയുന്നത് ഒരു മൈക്രോസോഫ്റ്റ്, SAP, അതുപോലെ തന്നെ ഒറാക്കിൾ, ഇതൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള അതിൻ്റെ ERP ഇൻ്റർഫേസിലുള്ള അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ കയറിയത്. അതിൻ്റെ ടെസ്റ്റിംഗ് അനലിസ്റ്റാണ്. അങ്ങനെ അതിലൊരു 4 വർഷത്തോളം ജോബ് ചെയ്തു. അങ്ങനെ ആ ജോബിൻ്റെ ഇടയിലാണ് ചെറുതിലെ ഞാൻ കുക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈവൻ വീട്ടിൽ ഞാൻ 8 വയസ്സ് വരെ, 1ാം ക്ലാസ് മുതൽ 8 വയസ്സ് വരെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അതിനുശേഷം 8ാം ക്ലാസ് മുതലാണ് പ്രീ ഡിഗ്രി 12th ആ ടൈം വരെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ സ്വയം, വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യും. കണ്ണൂരുകാരാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ കണ്ണൂരുകാരുടെ കൾച്ചർ എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ ആ ഒരു പാഷൻ ചെറുതായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ചെയ്തിരുന്ന ജോലി എനിക്കിഷ്ടമില്ലായിരുന്നു, അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പഠിച്ചു, കിട്ടി, ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ആർക്കോ ഒരു ടൈമിന് 9 മണിക്ക് പോവും, ഒരു 5 മണിയാകുമ്പോൾ ജോബ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ല, ഭയങ്കര ആക്റ്റീവ് ആകാൻ കഴിയില്ല, കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ നമുക്കൊരു ആക്ടിവിറ്റി സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സെക്ടറായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുബായിൽ തന്നെ ഒരു ഇൻറ്റീരിയർ ഫേം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഇൻറ്റീരിയർ ഫേം കംപ്ലീറ്റ്ലി റെസ്റ്റോറൻറ്റിൻ്റെ ടേൺ കീ സൊല്യൂഷൻസ് മാത്രം ചെയ്യുന്ന ഒരു ഫോക്കസിലേക്ക് പോയി. റെസ്റ്റോറൻറ്റ് ടേൺ കീ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാലി സ്ട്രക്ചർ ഉള്ള സ്ഥലം തന്നു കഴിഞ്ഞാൽ അതിനെ റെസ്റ്റോറൻറ്റിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റാം, അതിൻ്റെ കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്, അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതിലുള്ള ഫുഡ് മെനു കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് സ്വന്തമായി ബിൽഡ് ചെയ്തു. അതിൽ ഒന്ന് MEP കമ്പനിയും ഒന്ന് ഇൻറ്റീരിയർ കമ്പനി, 2 കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒന്നിൽ തന്നെ 12 പേരുടെ ജോബ് ഉള്ള കമ്പനി ഉണ്ടായിരുന്നു. അതിനുശേഷം വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതങ്ങനെ റെസ്റ്റോറൻറ്റുകളുടെ വർക്കുകൾ മാത്രം എടുക്കുന്ന ഒരു കമ്പനിയായി വന്ന സമയത്ത് ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യുകയാണ്. ആ ക്വിറ്റ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്നാലും ഹാഫ് ഓഫ് ദ എൻജിനീയറിങ് എന്നുള്ള ഒരു ജോബിൽ ചെറിയൊരു കംപ്ലീറ്റ്ലി ഒരു ടേൺ കീ സൊല്യൂഷൻ എന്നുള്ള നിലക്കുള്ള സംഭവം ചെയ്ത് വന്നെടുത്തുനിന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ വർക്ക് 2011 വെച്ചാൽ 2008 ഞാൻ ദുബായിലേക്ക് എത്തുന്നത്. 2011-12 വരെ ആ വർക്കുകൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ റെസിപ്പീസ് ബിൽഡ് ചെയ്യുന്ന ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. റെസിപ്പീസ് കണ്ടമാനം ബിൽഡ് ചെയ്യുന്ന ഫോക്കസിലേക്ക് പോയി, സ്വന്തമായി ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2015 എനിക്കൊരു ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റർ ആവുന്നത് 2015 2015 എനിക്ക് മഴവിൽ മനോരമ ചാനലിൽ ഒരു കുക്കറി ഷോയിൽ എന്നുവെച്ചാൽ ദേശഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ദിലീപ് മേൽനോട്ടം വഹിച്ചിട്ട് ചെയ്ത, അതിൽ ചാൻസസ് കിട്ടി. അങ്ങനെ അതിലേക്ക് കയറി. അതുവരെ ആക്ച്വലി ഞാൻ കുക്കാണ്. ഷെഫ് എന്നുള്ളത് ശരിക്കും ഒരു കാറ്റഗറിയാണ്, പഠിച്ചിട്ട് കയറി വരേണ്ട അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ ഷെഫായി മാറുന്നത്. ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയാം, കുക്ക് ചെയ്യാത്ത ആൾ, നിങ്ങളിപ്പോൾ ഒരു ചായ വെക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കുക്കാണ്. പക്ഷേ ആ ഷെഫിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ നോളജ്, ഷെഫ് എന്നുള്ളത് ശരിക്കും ഒരു ഇഷ്യൂസ് വന്നാൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും ഷെഫ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തുന്നത് ശരിക്കും 2015 ശേഷമാണ്. ഞാൻ കംപ്ലീറ്റ്ലി ദുബായ് വിട്ടു. ഷോ കിട്ടിയതിന് ശേഷം ഇവിടെ നാട്ടിലേക്ക് ജമ്പ് ഓവർ ചെയ്തു. ഫസ്റ്റ് ഞാൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ബേക്കറി സൈഡിലേക്ക് വരുന്ന പാലക്കാടാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. അവിടെ ഒരു ജെല്ലി ജാം എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ടായിരുന്നു. 3 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിൻ്റെ കൂടെ കൂടിയിട്ട് അവിടെ 2 ഔട്ട്ലെറ്റും കൂടെ ഓപ്പൺ ആക്കി, സെൻട്രൽ കിച്ചൺ ആക്കി, അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തു. എൻ്റെ കൈമെന്നുള്ള ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല, മൂപ്പരാണ് ചെയ്തത്. നമുക്ക് പിന്നീട് ഞാൻ അതിലേക്ക് കൂടുകയാണ് ചെയ്തത്, പാർട്ട്ണർഷിപ്പായിട്ട് കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അത് ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് അവിടെ നിന്നാണ് ദേശഫ് എന്നുള്ള ഇതിലേക്കും വരുന്നത്. ദേശഫിൽ വന്നു, അത്യാവശ്യം എപ്പിസോഡ്സ് ഓൾമോസ്റ്റ് 82 എപ്പിസോഡ് ചെയ്തു. അതിനുശേഷം രുചി ചെയ്തു, രുചി വിസ്മയങ്ങൾ ചെയ്തു. ഇങ്ങനെ കുറേ ഷോസ് ചെയ്തു, മോർ ദാൻ 100 എപ്പിസോഡ്സ് ചാനലിലൂടെ തന്നെ ചെയ്തു.
ആ ചെയ്ത് ഇറങ്ങിയതിന് ശേഷമാണ് 2015-16 അതേ സമയത്ത് തന്നെ 15-16 സമയത്ത് പയ്യന്നൂർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുകയാണ്. അവിടെയാണ് 7th ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ചെയ്യുന്നത്. അതും എനിക്ക് ഏറ്റവും വലിയൊരു ചാൻസ് കിട്ടിയെന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയിൽ നേവൽ അക്കാഡമിയിൽ ഓൾമോസ്റ്റ് 4000 മിലിറ്റൻ നേവി ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവിടെ ചെയ്തിട്ടുണ്ട്. ഈവൻ സെൻട്രൽ മിനിസ്റ്ററായ ഡിഫൻസ് മിനിസ്റ്ററിന് വരെ കംപ്ലീറ്റ്ലി ഫുഡ് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഒന്ന് അതായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് 7th ലോഞ്ചിൻ്റെ തുടക്കം. അതിനകത്ത് പുറത്തുനിന്നുള്ളവർക്കുള്ള എൻട്രി ഇല്ല, അതിനകത്തുള്ളവർക്ക് മാത്രമേ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫുഡിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത് പിന്നെ ഈ ദേശഫിലുണ്ടായിരുന്ന ഒരു വലിയൊരു കാരണം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഫുഡിനേക്കാളും നമുക്കൊരു ഇന്നോവേറ്റീവായിട്ട് എന്ത് കൊടുക്കാം, ഏറ്റവും വ്യത്യസ്തമായിട്ട് ഫുഡ് എങ്ങനെ സെർവ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ഫുഡ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ എൻ്റെ അടുത്തിരുന്നിട്ട് എനിക്ക് കുഴച്ച് തരുന്ന പത്തലും തേങ്ങാപ്പാലും ബീഫുമാണ്. അത് ഒരു കൈയോട് കുഴച്ചിട്ട് തന്നെ എനിക്കിങ്ങനെ തരും. അത് കുഴച്ച് കിട്ടുമ്പോണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. പത്തിരി അല്ല പത്തൽ കേട്ടോ, പത്തലാണ് ഞാൻ പറയുന്നത്. അത് കണ്ണൂർ സൈഡിൽ മാത്രമുള്ള ഒരു ഐറ്റമാണ്. അത് കുഴച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ആ സാധനം തന്നെയാണ് ഞാൻ റെസ്റ്റോറൻറ്റിലും പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലത്തെ കോമ്പിനേഷൻ ഓഫ് ഫുഡ് ഉണ്ട്. ഇപ്പം നെയ്ച്ചോറും പരിപ്പും ബീഫ്, അല്ലെങ്കിൽ നെയ്ച്ചോറും പരിപ്പും ചെമ്മീനും, ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് ഫുഡുകൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കാം എന്നുള്ള തോട്ടിലാണ് ഈവൻ പയ്യന്നൂർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് 2016 സ്റ്റാർട്ട് ചെയ്ത് പിസ്സ, അതേപോലെ തന്നെ കോണ്ടിനെൻ്റൽ അല്ലെ മെഡിറ്ററേനിയൻ ഫുഡിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ആർക്കും പിസ്സ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പാസ്ത എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നാൽ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. എല്ലാ കസ്റ്റമറിൻ്റെ ഇടയിലും ഇങ്ങനെ പോയി ചെല്ലണം, വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്താ പറയുക, ഇതെങ്ങനെയാണ് ഇത് സംഭവം കഴിക്കേണ്ടത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ടാസ്ക് എന്നാണ് ശരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ഇവിടെ CJ ചേർത്ത്, അതേപോലെ തന്നെ റമദ ഹോട്ടൽ, അവിടെ നിന്നൊക്കെ ട്രെയിനിങ്സ് എടുത്തു. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൽ നിന്നുള്ള ട്രെയിനിങ്സ് എടുത്തു. പിന്നെ വലിയ വലിയ കമ്പനികളുടെ ഈ റാഷണൽ പറഞ്ഞ ഓവൻ്റെ വെച്ചാൽ ജർമ്മൻ കമ്പനിയാണ്, അവരുടെ സർട്ടിഫിക്കേഷൻ എടുത്തു. അങ്ങനെ കുറേ എടുത്തതിന് ശേഷമാണ് പിന്നെ ഒരു ഷെഫ് എന്നുള്ള പദവിയിലേക്ക് എത്തുന്നതും ഈ ചാനൽ ത്രൂ ആണ് എത്തുന്നതും. ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ശരിക്കും. ഒരു ഡൈവേർഷൻ എന്നുള്ളത് നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയിൽ നിന്ന് മാറി അവരുടെ ഒരു പാഷനിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ ഏതൊരു ബിസിനസ്സിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു ലെവൽ ഓഫ് സ്റ്റേജ് കഴിയുമ്പം അത് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടാവും. അപ്പം അഷറിനോടാണ് നിങ്ങളുടെ ഇപ്പം അവിൽ മിൽക്ക്, അതുപോലെ തന്നെ നിങ്ങൾ കൂൾ കെയിൻ തുടങ്ങിയിട്ടുണ്ട്, പൊട്ടോപോമി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിന് അപ്പുറത്തേക്ക് ഒരു കൺസ്യൂമർ, ഇപ്പം എല്ലാം ഒരു ക്വിക്ക് ചെയിൻ റെസ്റ്റോറൻറ്റ് എന്നുള്ള സ്റ്റൈലാണ് എല്ലാ സർവീസും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനപ്പുറമുള്ള ഒരു തരത്തിൽ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പാൻഷൻ നിങ്ങൾ മാർക്കറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പല നമ്മളെ സ്ഥലങ്ങളിലും അവിൽ മിൽക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് പോകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ചില ദുബായിലൊക്കെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർക്ക് അവിൽ മിൽക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചില പാകിസ്ഥാൻ്റെ ചില ഏരിയകളിൽ അവർ കഴിച്ചാൽ തന്നെ പാകിസ്ഥാനിലെ ചില ആളുകൾക്ക് അവിൽ മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഷോപ്പിൽ വന്നിട്ട് പറയും അവലില്ലാതെ അവിൽ മിൽക്ക് തന്നാൽ മതി പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഷെയ്ക്കിൽ ചാവലിട്ട് കഴിക്കുമോ ചോദിക്കലുണ്ട് അവർ. ഷെയ്ക്കിൽ, കാരണം അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സാധനമാണ് അരി മിൽക്കിലിട്ട് കഴിക്കുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ പക്ഷേ 80% ആളുകൾക്കും നമ്മൾ മലപ്പുറത്തിൻ്റെ അവിൽ മിൽക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്തൊരു സംഭവം, ആളുകൾ ആദ്യം ഷോപ്പിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വിഷയം പ്രഖ്യാപിച്ചു. GBR ഗ്ലോബൽ ബനാന റവല്യൂഷൻ, അതായത് ഒരു ബനാന റവല്യൂഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാൾ ഇവിടെ ഉണ്ട്, അതിൽ പോയാൽ ഞങ്ങൾക്ക് പുതിയ സാധനം കിട്ടിയിട്ടുണ്ടാവും. ബനാന ക്രീം, അതുപോലെ തന്നെ ബനാന ഷെയ്ക്സ്, ബനാന തായ്ച്ചിൽ, ബനാന സാൻഡ്വിച്ച്. ഇനി നമ്മുടെ റഫീഖ മുന്നോട്ട് ഇറങ്ങിയിട്ട് മൂപ്പര് ഫുഡ് കൺസൾട്ടൻ്റാണ്. ഞങ്ങളൊരു ബനാന ചിപ്സിൻ്റെ ഒരു ബ്രാൻഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബനാന കൊണ്ട് ബിരിയാണി വെക്കാൻ പറ്റുമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബനാനയുടെ ബ്രാൻഡാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, മൗസിയെ ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻക്ക് വേണ്ടിയിട്ട് ബനാനയുടെ ബ്രാൻഡാക്കി ഞങ്ങൾ മാറ്റാൻ പോവുകയാണ്. അതാണ് ഞങ്ങൾ അവിടുത്തെ അപ്ഡേഷനായിട്ട് വരുന്നത്.
മൗസി, നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന മൗസി അടുത്ത കുറച്ച് വർഷം കഴിയുമ്പോൾ ഒരു ഗ്ലോബൽ ബനാനയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക എല്ലാവരും. അപ്പോൾ സെയിം കമ്മിങ് ബാസിമിനോട്, ബാസിമിന് എന്തെങ്കിലും നേരത്തെ മൗസിയായിട്ടുള്ള പാർട്ണർഷിപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്കെയിലപ്പ് പ്ലാൻ ഉണ്ടോ? മൗസി ഇപ്പോൾ എന്നിട്ട് പാർട്ണർഷിപ്പ് ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ. ഓക്കെ, അതല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടോ എന്നല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എനിക്കൊരു ട്രാവൽ കമ്പനി ഉണ്ട് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഒരു പ്ലാൻ ബി ആണത്. അതായത് ഈ ഒരു വ്ളോഗിങ് കഴിഞ്ഞാൽ വേറെ എന്താണെന്നുള്ള ചിന്തിക്കുമ്പോൾ ഒരു പ്ലാൻ ബി ബൈ ബാസിം സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 3 വർഷത്തിൻ്റെ അടുത്തായി. നമ്മൾ പ്രൈവറ്റ് സ്റ്റേസ് കേരളത്തിന് പുറത്തും പിന്നെ ഇൻ്റർനാഷണൽ ഹോളിഡേയ്സ് എല്ലാം കൊടുക്കുന്ന ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് ഇപ്പോൾ നമ്മൾ കുഴപ്പമില്ലാതെ ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഫുള്ളി ഇൻസ്റ്റഗ്രാം ബേസ് ചെയ്ത ഒരു ട്രാവൽ കമ്പനിയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പുറകെ തന്നെയാണ് ഞാനും എൻ്റെ ബ്രദറും ഒക്കെ കൂടിയിട്ട് ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഇ-കൊമേഴ്സ് തന്നെ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൻ്റെ ഒരു വേറിട്ട ഒരു ഇതിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. അത് കൂടുതൽ നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അതിൻ്റെ ബീറ്റ ടെസ്റ്റൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. കസ്റ്റമർ ഡ്രിവൺ പ്രൈസിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീൽ ബഡ്ഡി എന്നാണ് അതിൻ്റെ പേര്. അത് വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ റെസ്റ്റോറൻറ്റുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ പരിപാടികൾ ഉണ്ടായിരുന്നു. വ്ളോഗിങ്ങിൻ്റെ തിരക്കിലേക്ക് എത്തിയപ്പോൾ വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 വർഷത്തിൽ 1 പ്രൊജക്റ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ വ്ളോഗിങ്ങിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റുകൾ സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്ളോഗിൻ്റെ തിരക്ക് കൊണ്ട് അത് മാത്രമേ നടക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. വ്ളോഗിങ്ങും ഭക്ഷണം കഴിക്കലും ഒക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട് അല്ലേ? അതന്നെ, 24 മണിക്കൂർ തികയുള്ള സത്യം പറഞ്ഞാൽ. ഓക്കെ, ഫൈൻ ഫൈൻ. നദീം, നിങ്ങൾ ഇവിടെ കരിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് കഴിച്ചില്ല? കരിക്ക് അല്ലേ? നമ്മുടെ കരിക്ക്, നമ്മളെല്ലാവരും കരിക്ക് വെള്ളം കുടിച്ചവരായിരിക്കും, ടെൻഡർ കോക്കനട്ട് വാട്ടർ. അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ട് വാട്ടറിന് ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന സംരംഭകരോട്, 2 പ്രോഡക്റ്റ് നമ്മളെപ്പോഴും നിസാരമാക്കിയ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്ന് തേങ്ങയും, രണ്ടാമത്തത് ഏതാ? നമ്മൾ നിസാരമായിട്ട് കാണുന്ന 2 പ്രൊഡക്ട്സ് ഉണ്ട്, ചക്കയും തേങ്ങയും. അപ്പോൾ ഈ ചക്കയിലും തേങ്ങയിലും ഒക്കെ ഒരുപാട് സംരംഭക ആശയങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്, അതിൽ സക്സസ്ഫുൾ ആയിട്ട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ നദീം ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കരിക്ക് എന്ന് പറഞ്ഞ് ടെൻഡർ കോക്കനട്ട് വാട്ടർ. അപ്പം ഇതിൻ്റെ ഒരു എക്സാക്റ്റ് പ്ലാൻ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണോ, അതല്ല ഒരു ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഞാൻ ആദ്യം ഓഡിയൻസിനോട് ഒരു ചോദ്യം ചോദിക്കാം. ഇതിൽ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഫുഡ് റിലേറ്റഡ് ആകെ ഈ കാണുന്ന കുറച്ച്. ഇനി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര ആളുണ്ട്? അപ്പോൾ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ റഫീഖ് ഭായി പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്നും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളിവിടെ ടാപ്പ് ചെയ്യാത്ത കുറേ, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഗ്ലോബലൈസ് ചെയ്യാത്ത കുറേ സംഭവങ്ങൾ നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞാൽ നമ്മളിതിനൊക്കെ അവഗണിക്കുകയാണ്. അതായത് ഇത് വേറെ ആരെങ്കിലുമൊക്കെ ഇതിനടുത്ത് യൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിതിനൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാണ്. അതിപ്പോൾ ഈ കരിക്ക് എന്ന് പറഞ്ഞൊരു ആശയം ഞങ്ങളൊരു 4-5 വർഷം മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻഡാണ്. ഈവൻ അതിൻ്റെ ട്രേഡ് മാർക്സ് വരെ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തു വെച്ചിരുന്നു. ഈവൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ്, UAE, ഒമാൻ, എല്ലാ GCC കൺട്രീസ്, യൂറോപ്യൻ യൂണിയനിലൊക്കെ ബ്രാൻഡ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഇതിൽ ടെൻഡർ ഇതിനേക്കില്ല പ്രോപ്പറായിട്ടുള്ള ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 months ആയിട്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് സെറ്റായി കിട്ടിയതുള്ളൂ. കാരണം 9 months ഷെൽഫ് ലൈഫ് കൊടുക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനും ബാസിം ഒരു വീഡിയോ ചെയ്തിരുന്നു, 9 months. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് ചോദിക്കുക, അപ്പോൾ എങ്ങനെ നാച്ചുറലായിട്ട് കൊടുക്കാം? അതിൽ റെട്രോഡ് പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ റെട്രോഡ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് ലൈഫ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് പ്യുവർ ആയിട്ടുള്ള നമ്മൾ കേരള കരിക്ക്, അതായത് ഇതിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കരിക്ക് നമ്മൾ ലോഞ്ച് ചെയ്തത്. കാരണം
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ പല ബ്രാൻഡുകളും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയാൽ കാണുന്നുണ്ടാവും. കരിക്കൊന്നും ശരിക്കിന് നമ്മളെ ആളുകളല്ല ശരിക്കിന് ഈ ടെൻഡർ കോക്കനട്ട് വാട്ടറോ അല്ലെങ്കിൽ മെച്ചൂർഡ് കോക്കനട്ട് വാട്ടറോ ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നത്. മറ്റ് കുറേ അതർ സ്റ്റേറ്റ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മളെ മാർക്കറ്റിൽ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സിൽ ഇതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ കേരള ബ്രാൻഡ്സ് വളരെ ഫ്യൂ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പൊതുവെ അതർ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ബ്രാൻഡ്സ് ഇവരാണ് ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റേറ്റ്സ് അവിടെ പോലും കുറേ ബ്രാൻഡ് ഉണ്ട് കോക്കനട്ട് വാട്ടറൊക്കെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ടെൻഡർ റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മളെ പ്രൊഡക്റ്റാണ്. അതായത് കേരളത്തിൻ്റെ നമ്മൾ പറയില്ല ചക്കി മാങ്ങിയും തേങ്ങയൊക്കെയാണ്. ഇതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ മറ്റുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ആസ് എ ബിസിനസ്മാൻ ഞാൻ എന്നൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നു, മറ്റ് സംസ്ഥാന വൻകിട കമ്പനികളൊക്കെ ഇതിനെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? ആ ആശയത്തിൽ തന്നെയാണ് ശരിക്കും കരിക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലുലുവിലും നെസ്റ്റോയിലും എല്ലാ മേജർ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇനിയും ഇതിനെ സ്കെയിൽ ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നാളെ ദുബായ് പോകുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പ്രൊഡക്റ്റിനെ അവൈലബിൾ ആക്കുക എന്ന് തന്നെയാണ് നമ്മളെ ഉദ്ദേശം. ലെറ്റ് സി ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. താങ്ക് യു. ഷെഫ് ഷമീം ഭായിയുടെ ആണ് നെക്സ്റ്റ്. നമ്മളൊക്കെ പലപ്പോഴും റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും. ഏതൊരു ബിസിനസ്സിലും അതിൻ്റേതായ ഒരു യുണീക്ക്നെസ്, ഒരു ഇന്നൊവേഷൻ ഉണ്ടെങ്കിലാണ് അതിൻ്റെ സക്സസ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് വരുമ്പം അവിടെ ഒരുപാട് ഇന്നൊവേഷനും പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ഫ്യൂഷൻ ഫുഡ് എങ്ങനെ കേരളത്തിലെ ഒരു ഫിഷ് കറിയെ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലതും നടത്തിയിട്ടാണ് നമ്മുടെ ഷെഫ് ഷമീം പലതരം ഫ്യൂഷൻ, ഞാൻ പറഞ്ഞ ആ പ്രോഡക്റ്റ് അല്ല, പക്ഷെ മറ്റുള്ള തരത്തിലുള്ള പല ഫ്യൂഷൻ പ്രൊഡക്റ്റുകളും ചെയ്ത് ഇന്നൊവേഷൻ കൊണ്ടുവന്നിട്ടാണ് ഷെഫ് ഷമീം. അപ്പോൾ ഈ പുതുതലമുറയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഏത് തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങരുത്, എങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു അഡ്വൈസ്? ഞാൻ എൻ്റെ അടുത്ത് പൊതുവെ റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞ് വന്ന ആളെ ഡിസ്കറേജ് ചെയ്യലാണ് കേട്ടോ. എനിക്ക് മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തിലല്ല. കാരണം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ള നമ്മളടുത്ത് ഇപ്പോൾ കുറച്ച് ഫണ്ട് ഉണ്ട്, റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ തുടങ്ങരുത്, നിങ്ങളായാലും ഒരിക്കലും തുടങ്ങരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 വർഷമെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യണം. കിച്ചണിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പൊട്ടൻഷ്യലും അതിനുള്ള ഹെഡേക്സും അതിലെങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്. റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നിങ്ങൾക്ക് ആർക്കും എളുപ്പമാണ്, കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് ഫേർണിച്ചറും ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്ത് കുറച്ച് സ്റ്റാഫിന് ഹയർ ചെയ്യാം. പക്ഷെ അതിനെ സ്റ്റെബിലിറ്റിയും അതിനെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ കിച്ചണിൻ്റെ ഫങ്ഷനിങ് എന്താ പറഞ്ഞാൽ, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ മനസ്സിലാക്കിയത് ഒരു ദിവസം എത്രയോ ആൾക്കാർ കയറി വരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റൈൽസ് കാണാം, ടെക്സ്റ്റൈൽസിൽ ആൾക്കാർ ഒരുപാട് പോകും, സർവീസ് അല്ല ട്രേഡിങ് ബിസിനസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകും. പക്ഷേ നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറിയാലും അതിനെ റിസീവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 5 ആൾ കയറി വരുന്നുണ്ടെങ്കിലും ഒരാൾ റിസീവ് ചെയ്താൽ മതി. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കയറി വരുന്ന 5 ആളുണ്ടെങ്കിൽ ഈ 5 പേർക്കും ഈ 5 വിരൽ പോലെയാണ്. ഈ 5 വിരലും 5 ഷേപ്പാണ്, 5 ഷേപ്പിനും 5ൻ്റെ ഉപയോഗങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ വരുന്ന 5 പേർക്കും 5 രുചികളായിരിക്കും, അവരുടെ പാലറ്റിനുള്ള ഡിഫറൻസസ്. അതാണ് ഏറ്റവും ഞാൻ നോളജായിട്ട് പറയുന്നൊരു സാധനം. അതാണ് ഒരാൾക്ക് ഉപ്പ് കൂടുതലായിരിക്കാം, ഒരാൾക്ക് ഉപ്പ് കുറവായി. ഇതിനൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ഔട്ടിൽ വന്നിരിക്കണം, ഫുഡിൻ്റെ ഔട്ടിൽ വന്നിരിക്കണം. അപ്പോൾ അത് ഏറ്റവും നമ്മളിപ്പം ഏറ്റവും ചാലഞ്ച് ചെയ്യുന്ന സാധനം ഇതൊക്കെയാണ്. റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കുള്ള ചാലഞ്ച് ഇതാണ്. എന്താ പറഞ്ഞാൽ ഈ 5 പേര് ഒരുപോലെ റിസീവ് ചെയ്യണം. ഞാനിപ്പം എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള അനുഭവം തന്നെ, ഒരു റെസ്റ്റോറൻറ്റിൽ 5 പേര് കയറി വരികയാണ്. അപ്പോൾ അതിൽ ഞാൻ 3 പേരെ നോക്കി ചിരിച്ചു, 2 പേരെ നോക്കി ചിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ നോട്ടം വേറെ ഭാഗത്തേക്ക് പോയി. എനിക്കുള്ള അനുഭവമാണ് ആ 2 പേര് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നീട് ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, അത്രയും ചില 10, 40, 50, 60 എനിക്കിവിടെ 40, 50 സ്റ്റാഫുണ്ട്. അപ്പോൾ ആ സ്റ്റാഫിൻ്റെ ഹെഡേക്സ് ഉണ്ടാവും. അങ്ങനത്തെ കുറേ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരാളെ എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ വിട്ടുപോയത് കൊണ്ട് അവർ മനസ്സിലാക്കുന്ന എന്നെ റിസീവ് ചെയ്തില്ല, എന്നെ നോക്കിയില്ല എന്നുള്ള നിലക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ 5 പേരും ഒരുപോലെ നോക്കും വേണം, 5 പേരുടെ ടേസ്റ്റിനും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കിച്ചണിൽ ആദ്യം എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രീസിലേക്ക് ഇറങ്ങുന്ന അതിൻ്റെ ബേസിക് നോളജുകൾ മുഴുവനായിട്ട് പഠിച്ചിരിക്കണം. ഒന്ന്. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാഫുകൾ ഇട്ടിട്ട് പോവാം, ജോബ് ഒഴിവാക്കിയിട്ട് പോവാം.
അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് അത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റണം. എൻ്റെ കേസിലാണെങ്കിൽ 7-8 സ്റ്റാഫുകൾ എന്നുവെച്ചാൽ ക്ലീനിങ് സൈഡിലുള്ള സ്റ്റാഫുകളാണ് പോകുന്നത്. അങ്ങനെയുള്ളവർ പോകുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു വിൽ പവർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളത് തുടങ്ങാൻ മുന്നോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ കൊടുക്കാൻ മൂപ്പര് ചോദ്യത്തിനുള്ള ഒരു ആൻസറാണ്. ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് അല്ലെങ്കിൽ ഫ്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ നമ്മുടേതായിട്ടുള്ള ഓൺ റെസിപ്പീസ്. ഞാൻ ഓൾമോസ്റ്റ് 600ൻ്റെ മുകളിൽ റെസിപ്പീസ് സ്വന്തമായി ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ റെസിപ്പീസ് ഉണ്ടാക്കണം തന്നെ ഈ കവിത എഴുതുന്നത് പോലെ തലേൻ്റെ ഉള്ളിൽ പുകക്കലാണ് ഓരോന്നും. എന്നുവെച്ചാൽ ഒരാളുടെ ഞാൻ എവിടെയോ വായിച്ചതാണ്, ഓരോ മനുഷ്യരിലും ഒരു ദിവസത്തിന് 1,00,000ൻ്റെ മുകളിൽ ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയാം. 25,000 ചിന്തകൾ വരുന്നവരുണ്ടാവും. അത് പോസിറ്റീവ് ഉണ്ടാവാം, അത് നെഗറ്റീവ് ഉണ്ടാവാം. ആ ചിന്തകളെ പോസിറ്റീവായി എടുത്തിട്ട് അതിനെ ഒരു ഔട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് എൻ്റെ റെസിപ്പീസ്. അപ്പോൾ ആ റെസിപ്പീസിൽ എങ്ങനെ ഔട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കോമ്പിനേഷൻസ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ആ ഇൻഗ്രീഡിയൻസ് ഇന്നത് തമ്മിൽ ചേർന്നാൽ ഇന്ന കോമ്പിനേഷൻസിൻ്റെ ഔട്ട് എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഔട്ട് കിട്ടും. ഈ 600ൻ്റെ മുകളിൽ റെസിപ്പീസ് ഉണ്ടാക്കിയതിൽ എനിക്ക് 7-8 റെസിപ്പീസ് ഫെയിലറായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അത് ഫെയിലറായിരുന്നു. അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഫെയിലറും സംഭവിക്കാം നമ്മുടെ ഇടയിൽ. അപ്പോൾ നമ്മുടെ നാടിലുള്ള നമ്മുടെ പാലറ്റ് എന്നുവെച്ചാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ റീജിയൻ എടുക്കുമ്പം ആ റീജിയനിലുള്ള ആൾക്കാരുടെ പാലറ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. പാലറ്റ് നമ്മുടെ അണ്ണാക്ക് എന്നതിന് പറയാം. അണ്ണാക്കിലുള്ള ആ രുചിനെ കുറിച്ച് അറിയണം. ആ രുചിനെ ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു ഡിഷസ് ആയിരിക്കണം നമ്മളവിടെ ചെയ്യേണ്ടത്. കോമൺ ഡിഷസ് ഉണ്ട്. ഇപ്പം ഞാൻ ഏഷ്യൻ ഡിഷസ് മാത്രം ഞാൻ ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ഒരുവിധം ഡിഷസും ഞാൻ കവർ ചെയ്തു. പക്ഷേ ഏഷ്യൻ ഡിഷസിൽ MSG കയറുന്നുണ്ട്, ഫുഡ് കളേഴ്സ് കയറുന്നുണ്ട്. ഈ 2 സാധനം കയറുന്ന ഒരു ഡിഷസും ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ 2 ഒഴിവാക്കിയിട്ടുള്ള എന്ത് ഡിഷും എന്നെ കൊണ്ട് പറ്റുമോ അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട് ഉണ്ടാക്കാം. ഈവൻ ഫുഡ് പ്രോഡക്ട്സുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏറ്റവും യുണീക്കായിട്ടുള്ള എന്ത് കോമ്പിനേഷൻസ് വരുന്നത് നമ്മുടെ പാലറ്റിന് യോജിച്ച ടേസ്റ്റ് വരുന്ന എന്ത് സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാനുഫാക്ചറിങ് രീതിയിലേക്ക് പോകുന്നവരായാലും അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ 2 വാക്കുകൾ പറഞ്ഞു. ഒന്ന് MSG, 2 കളർ അല്ല. അപ്പോൾ ഈ കളറും MSGയും എന്നുള്ളത് ഒരു പ്രശ്നം പോലെ നമ്മൾ പല ആളുകളും കാണുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ബർത്ത്ഡേ കേക്ക് ആവട്ടെ, ഒരു വെഡിങ് ആനിവേഴ്സറി കേക്ക് ആവട്ടെ, ഒരു കളറും ഇല്ലാത്തൊരു കേക്കിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? റെഡ് വെൽവെറ്റ് നമ്മുടെ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് കയറിക്കോട്ടെ. FSSAI എന്നുവെച്ചാൽ ഫുഡ് സേഫ്റ്റി റെസ്റ്റോറൻറ്റ് സൈഡിലാണ് ഈ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ബേക്കറി സൈഡിൽ നിങ്ങൾക്ക് ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാം എന്നുള്ള നിയമമുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒരു ബിസിനസ് മോഡലിലേക്ക് വരുമ്പം ആ ഒരു എത്തിക്സ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ള അഷറിനോടുള്ള ഒരു ലാസ്റ്റ് ചോദ്യമാണ്. നിങ്ങളുടെ കൺസ്യൂമറെ എങ്ങനെയാണ് നിങ്ങൾ സേഫ് ആക്കുന്നത്? എന്താണ് അതിന് എന്തെങ്കിലും ടാക്ടീസ് ഉണ്ടോ? അതല്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രോഡക്റ്റ് കൺസ്യൂമറെ ഒരിക്കലും ഹാം ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്ക് ദോഷകരമാകുന്ന തരത്തിൽ ഉള്ള ഒന്നും അതിൽ വരരുത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു അഷ്യൂറൻസ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്? അത് മറ്റൊന്നുമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ നാട്ടുകാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് നമ്മളെ വീട്ടിലത്തെ ഏറ്റവും ചെറിയ കുട്ടി കഴിക്കുന്ന ഭക്ഷണമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ അപ്പോൾ ഹൈജീൻ, അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ്, ക്വാളിറ്റി ഡ്രിങ്ക്സ്, ഈ 3 സാധനത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു എക്സ്പാൻഷൻ വരാൻ കാരണം. നിങ്ങൾക്ക് മാളിലൊക്കെ പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പണ്ട് മാളിൽ പോയ ഒരാളാണ്. മാളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഫുഡ് കോർട്ടിൽ നിന്ന് ഞാനോ എൻ്റെ ഫാമിലി കഴിക്കാറില്ല, ഫുഡ് കഴിക്കാറില്ല. കാരണം അവിടെ എക്സ്പെൻസീവാണ്. പക്ഷേ ഞാൻ ആദ്യം വെച്ച് നിയത്തെന്ന് പറയുന്നത്, മാളിൽ പോണ ആളുകൾക്കും അവർക്ക് കഴിയുന്ന ഒരു പൈസ കൊണ്ട് വാങ്ങാൻ കഴിയണം. അപ്പം ഞങ്ങൾ മാളിൽ ചെറിയ പ്രൈസ് കൂടുതലാണെങ്കിലും മറ്റു ഫുഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളെ മാൾ പ്രൈസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ സെയിൽ ചെയ്യണം എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പാൻഷൻ വരാൻ കാരണം.
എന്തായാലും ലാസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അഷറിനെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം മുന്നേ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ആശയം എന്നോട് 2017 ഒരാളെന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, നമുക്കിത് തുടങ്ങണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ നീ നന്നായിട്ടൊന്ന് പഠിക്ക്, അല്ലെങ്കിൽ അതിൽ ഏതെല്ലാം ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കൺസൾട്ടൻ്റ് അല്ലേ, നീ അതിലുള്ള ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം എൻ്റേതായ കുറേ കാരണം കൊണ്ട് ഞങ്ങളതിൽ, അല്ലെങ്കിൽ എനിക്കതിന് അഡ്വൈസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അവനെ കാണുന്നു. അപ്പോൾ ആ സമയത്ത് മൗസി എന്നുള്ള ബ്രാൻഡ് ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, റഫീഖെ, ഞാൻ എന്നോട് അന്ന് പറഞ്ഞിരുന്ന സാധനമായിരുന്നു ഇത്, അന്ന് നീ ഇതിന് ഒരു യെസ് ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏത് ഒരു ആശയം ഏതൊരു സമയത്ത് ചിന്തിക്കുമ്പോഴും അതേ ആശയം പല ആളുകളും അതേപോലെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആരാണോ അത് ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അവർക്ക് ഇതിൻ്റെ ഫസ്റ്റ് കമർ അഡ്വാൻറ്റേജ്, അവർക്ക് ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ആൾക്കുന്ന ആ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളത്. അപ്പം മൗസിയുടെ കാര്യത്തിൽ മറ്റുള്ള പല ബ്രാൻഡുകൾ വന്നിട്ടുണ്ടെങ്കിലും മൗസി എപ്പോഴും മൗസി തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് എന്നും അങ്ങനെ തന്നെ ആവട്ടെ.